ഹായ് ഹലോ ഫ്രണ്ട്സേ, ഇന്ന് ഞാൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ഇത് ഗുണാക്കേവാണേ. ഇത് കൊടൈക്കനാലിലെ ഗുണാക്കേവൊന്നുമല്ല, പാലക്കാട്ടെ ഗുണാക്കേവാണ്. ഈ ഗുണാക്കേവിലെ കാഴ്ചകളൊന്ന് കണ്ടാലോ? ആദ്യം തന്നെ ഗുണാക്കേവ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? എന്ത് രസം! ശരിക്കും പറഞ്ഞാൽ ഒരു കേവിൻ്റെ മുന്നിൽ പോയ ഫീലാട്ടോ. വളരെ നല്ല അടിപൊളിയായിട്ടല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ടിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതായത് നമ്മൾ ഗുണാക്കേവി പോകുമ്പോൾ കാണുന്ന അതേ ബോർഡ് തന്നെ. ശരിക്കും ഗുണാക്കേവി പോയ ആ ഒരു ഫീലുണ്ട്. പിന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്, ഒരു ഫോണൊക്കെ അവിടെ സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് ഗുണാക്കേവിൻ്റെ ഉള്ളിലേക്ക് കയറുവാണേ. ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആവോളം ആസ്വദിക്കുവാനും ജീവൻ എന്നമാർ ബിരിയാണി നമ്മളിൽ പലരും ഗുണാക്കേവിലേക്ക് പോയൊരു ഫീലില്ലേ? ആ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഫിലിമിൻ്റെ ആ ഫിലിം കണ്ടിറങ്ങിയ ടൈമിൽ, അല്ലെങ്കിൽ ആ ഫിലിം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് തോന്നിയ ഒരു ഫീലിലേക്ക് നമ്മൾ പോയില്ലേ? അതാണ് ശരിക്കും ഈ ഗുണാക്കേവിൻ്റെ ഒരു വിജയമെന്ന് തന്നെ പറയാം. അങ്ങനെ ഫ്രണ്ട്സേ, നമ്മൾ നടന്ന് ഗുണാക്കേവിലേക്ക് അങ്ങനെ കയറാൻ പോവുക. ഓരോ സ്റ്റെപ്പുകൾ കയറുമ്പോഴും ഭയങ്കര ത്രില്ലിങ്ങാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ളൊരു ത്രില്ലിങ്ങിലാണ്. നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ പോകും. അങ്ങനെ നമ്മളിതാ ഗുണാക്കേവ് എന്ന ഡെവിൾസ് കിച്ചൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. ഇനി ആ ഗുണാക്കേവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗുണാക്കേവ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ലെറ്ററിങ് ഉണ്ട്. അതിന് താഴേക്ക് ഇങ്ങനെ വരുവാണ്, കറക്റ്റായ എൻട്രിയിലേക്ക് എത്തുവാണ്. ആ എൻട്രിയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എഴുതിയേക്കുവാണ് ഡെവിൾസ് കിച്ചൺ. ശരിക്കും നല്ലൊരു ഫീലാട്ടോ. ആ ഒരു ടൈമിൽ നമ്മളത് കാണുമ്പോൾ തോന്നുന്നത് ശരിക്കും നമ്മൾ ഗുണാക്കേവിൻ്റെ ഉള്ളിൽ കയറിയ അതേ ഒരു ഫീലാണ്. ആ ഒരു ലൈറ്റിങ് പോലും കണ്ടോ. നമുക്കതിൻ്റെ ഉള്ളിൽ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ വല്ലാതെ പേടി തോന്നും, കാരണം അങ്ങനത്തെ ഒരു ലൈറ്റും സെറ്റിങ്ങും ഒക്കെയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു ഗുണാക്കേവിൽ കറക്റ്റ് കയറിയേക്കുന്ന ഒരു ഫീല് തോന്നുന്നുണ്ട്. ആ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കാണുന്ന ഓരോ രംഗങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ. ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മൾ ആ കിച്ചണിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെയാണെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര ഹൈലൈറ്റ്. ചിലർക്കൊക്കെ പേടിയുണ്ടാവും, പക്ഷെ എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. നിങ്ങളും ഒന്ന് കണ്ടു നോക്കി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നി? ഇനി അടുത്ത സ്പോട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറേ പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി ഞാനും വീഡിയോസൊക്കെ എടുക്കും. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ചാടി ഓടി പോകുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിലത് വെട്ടുന്നത്.
നമ്മൾ ഡെവിൾസ് കിച്ചണിൽ കണ്ട അതേ കുഴി. ഈ മോളിനൊക്കെ വിളിച്ചില്ലേ? പെട്ടെന്ന് ഞാൻ ചാടി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഡെവിൾസ് കിച്ചൻ്റെ ആ ഒരു ഹിസ്റ്ററിയൊക്കെ കൊടുത്തേക്കുന്ന ഞാൻ കാണുന്നത്. അതിങ്ങനെ കുറേ നേരം വായിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നേരെ എനിക്ക് ഡെവിൾസ് കിച്ചണിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നുള്ള ആഗ്രഹമായി. ഞാനങ്ങനെ ഇത് മൊത്തം കണ്ടിട്ട് വേഗം ഇനി ഞാൻ നേരെ ചാടി ഓടിപ്പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? സ്നോ വേൾഡ്. ഇനി സ്നോ വേൾഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? സ്നോ വേൾഡിലേക്ക് ഞാൻ ചാടി ഓടിപ്പോയി എന്തിനാണെന്നറിയോ? അവിടെ ചെന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴുണ്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് ആൾക്കാർ. ഞാൻ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ ഓരോരുത്തർ എൻ്റെ ബാക്കിലും സൈഡിലും ഒക്കെ ആയിട്ട് വരും. പിന്നെ ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ സ്നോ വേൾഡിൽ പോയി കരടിക്കുട്ടനെയൊക്കെ വായി നോക്കി നിൽക്കുന്നത് കണ്ടു. എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഫോട്ടോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഈ വീഡിയോസ് എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സ്നോ വേൾഡിലെ ഈ കങ്കാരുവിനെ എനിക്ക് വളരെ ഇഷ്ടമായി. ഏതോ ഒരു വിദേശ രാജ്യത്തെ എന്ന ഫീലായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നപ്പോഴൊക്കെ. ഇനി ഇവിടുന്ന് നേരെ എൻ്റെ കാഴ്ച എങ്ങോട്ടാന്ന് നോക്കി, മിറാക്കിൾ ഗാർഡൻ ഒന്ന് കണ്ടാലോ? അങ്ങനെ ഫ്രണ്ട്സ്, മിറാക്കിൾ ഗാർഡനിൽ കൂടെ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി എടുക്കുമ്പോൾ കണ്ടില്ലേ, എല്ലാ ആൾക്കാരും നിന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാൻ നേരെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് അങ്ങനെ ഞാൻ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മുകളിൽ ചെറിയ കുടകളൊക്കെ കമത്തി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇത് ഞാൻ വീഡിയോ കൂടെ ആദ്യം കണ്ടപ്പോൾ തന്നെ അവിടെ പോകുമ്പോൾ ഇതൊന്ന് വീഡിയോ എടുക്കണമെന്ന് ആലോചിച്ചു. പിന്നെ നോക്കുമ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഓരോ സ്ഥലത്തേക്ക് ഇരുന്ന് ഫോട്ടോ എടുത്തു. അപ്പം എനിക്ക് പഴയ സ്റ്റുഡിയോ ഓർമ്മ വന്നു. ഈ കുടകൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ഇങ്ങോട്ട് വന്ന് ഓരോ സീനറികൾ പോലെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു സ്റ്റുഡിയോയിൽ ചെന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഇതൊക്കെ കണ്ട് വല്ലാതെ എക്സൈറ്റഡ് ആയി. അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന കണ്ടില്ലേ, മോളിൽ അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്ന കണ്ടില്ലേ. നിങ്ങളെങ്ങനെയാണ്? പിന്നെ ഇതിൻ്റെയൊക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലോ നല്ല അടിപൊളി ഷോപ്പുകളൊക്കെ ഉണ്ടേ. ഈ ഷോപ്പുകളുടെ കാഴ്ചകളൊക്കെ കണ്ടാലോ. ഇനി കുട്ടികളുമായിട്ട് വരുന്നവർക്കാണെങ്കിൽ നല്ല അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് ഇവിടെ. ഞാനൊരു ചെറിയ കുട്ടിയല്ലാത്തതുകൊണ്ട് ഞാനിതിലൊന്നും കയറിയില്ല. ചിലതിലൊക്കെ കയറാൻ എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സൈഡിലേക്കേ നോക്കിയില്ല. അങ്ങനെ പിള്ളേരൊക്കെ കളിക്കുന്നതൊക്കെ പോയി നോക്കി വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ ഐസായിട്ട് പുറത്ത് കിടന്നു. എന്തായാലും എനിക്ക് ഈ പാലക്കാടിലെ ഈ ഗുണ കേവ് കണ്ടത് വളരെ സന്തോഷം തോന്നി. നിങ്ങൾ ഇനിയും പോയി കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കാണണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ.